അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടും ബ്രെഡ് റെസിപ്പി ആയിട്ടാട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ബ്രെഡ് ഇതാ ഈ ഒരു ഇതിലാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ബ്രെഡിന് 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ആൾക്കനുസരിച്ചൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഒരെണ്ണം കൂടി എടുക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ 2 മുട്ട എടുക്കുക. പിന്നെ കുറച്ച് മൈദയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാല്ല, കണ്ട ഇതിലൊന്ന് ടിപ്പ് ചെയ്യുക, നന്നായിട്ടൊന്ന് ടിപ്പ് ചെയ്യുക, പൊട്ടിപ്പോവരുത്. പിന്നെ മൈദയിലും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ കോട്ട് ചെയ്യണം, അമർത്തണം കേട്ടോ. അതൊന്നും ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ചെയ്യണം. എല്ലാം അങ്ങനെ ആക്കി കൊടുത്തിട്ട് വേണം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരു 5 മിനിറ്റോളം നമ്മൾ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. അപ്പോൾ വളരെ സിമ്പിളുമാണ്, നല്ല ടേസ്റ്റും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് കണ്ടല്ലേ, ഇങ്ങനെ കുറച്ചൊന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്നാലേ ഒന്ന് റെഡി ആയി കിട്ടുള്ളൂ. എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരാം. അപ്പം ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്ത് കോരിയിട്ടുള്ളത്. ഇപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളല്ലേ, എന്നാലും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ബ്രെഡൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. പുറമൊക്കെ നല്ല ക്രിസ്പി ആണെങ്കിലും ഉള്ള് സോഫ്റ്റാണ്. ബ്രെഡിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇതിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുണ്ട്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.